ഉല്ലാസ് ചമ്മൻ കഥ എഴുതി സംവിധാനം ചെയ്ത് ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു അഞ്ചാം കള്ളക്കൊക്കൻ എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ ലുക്മാൻ, ചെമ്പൻ വിനോദ്, മണികണ്ഠൻ ആചാരി, ശ്രീജിത്ത് രവി തുടങ്ങിയവരൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കേരള ബോർഡർ ആയിട്ടുള്ള ഒരു പ്രദേശം, കുറച്ച് വനങ്ങളൊക്കെയുള്ള ഒരു പ്രദേശം, കാലഹസ്തി എന്നാണ് ആ ഒരു ബോർഡർ പ്രദേശത്തിൻ്റെ പേര്. ഇതിൽ അവിടുത്തെ ഒരു സ്റ്റേഷനിലേക്ക് നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ കോൺസ്റ്റബിളായിട്ട് എത്തിപ്പെടുകയാണ്. വസുദേവൻ എന്നാണ് ആളുടെ പേരെന്നുള്ളത്. എന്തായാലും അദ്ദേഹം വന്നതിന് ശേഷം അവിടെ ഒരു ക്രൈം നടക്കുകയാണ്. ആ ക്രൈം എന്നുള്ളത് ഒരു കൊലപാതകമാണ്. ചാപ്ര എന്ന പേരുള്ള ഒരു പ്രമാണിയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് കുത്തിക്കൊല്ലുകയായിരുന്നു. ശേഷം ഇതാരാണ് ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് കാണിച്ചു തരുന്ന സിനിമയാണ് അഞ്ചാം കള്ളക്കൊക്കൻ എന്നുള്ളത്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഒരു 100 അല്ലെങ്കിൽ 150 രൂപ കൊടുത്ത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളതാണ്. കാരണം ഒന്നാമതായിട്ട് പറയേണ്ടത് സിനിമയുടെ ആ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഉല്ലാസ് ചമ്പൻ അദ്ദേഹമാണ് സംവിധായകൻ, ഒരു പുതുമുഖ സംവിധായകനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ക്ലാപ്പ് കൊടുക്കാം. കാരണം ഒരു പുതുമുഖ സംവിധായകനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകർക്കും തിയേറ്ററിനുള്ളിൽ ഇരുന്നുകൊണ്ട് തോന്നില്ല. അത്രയ്ക്ക് സ്റ്റണ്ണിങ് ആയിട്ടാണ് സിനിമയെ മൊത്തത്തിൽ അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. ഇപ്പം ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ പറ്റിയൊക്കെ തന്നെ പറയണം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ചിത്രത്തിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി അല്ലെങ്കിൽ സ്റ്റണ്ണിങ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി കാഴ്ച, എനർജറ്റിക് ആയിട്ടുള്ള മ്യൂസിക് വർക്ക്, എഡിറ്റിംഗ് വർക്ക്, ഇതൊക്കെയാണ് ആദ്യമേ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടത്. ഇപ്പം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു 2 സീക്വൻസുകൾ എന്നുള്ളത്, ഒന്ന് ഇൻ്റർവെലിനോട് അടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഷാപ്പിൽ വെച്ചുകൊണ്ടുള്ള ഒരു തല്ലുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിലെ ഒരു അരമണിക്കൂർ രംഗങ്ങൾ അന്യായം എന്ന് പറയാൻ സാധിക്കും. അതിൻ്റെയൊക്കെ പീക്ക് ലെവൽ. ഓക്കെ, പ്രേക്ഷകരെ ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കി അക്ഷമയോടെ നോക്കിയിരുത്തുന്ന രീതിയിലുള്ള ഒരു അന്യായ 2 സീക്വൻസുകൾ എന്ന് പറയാൻ സാധിക്കും. ഇതിൽ ആ ഒരു എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഈ ഒരു സിനിമയൊക്കെ ഒരുപക്ഷെ OTT-യിലൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ ഒരുപക്ഷെ ഭരിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു സീക്വൻസ് തന്നെ പറയാൻ സാധിക്കും. ആ ഒരു ഷാപ്പിലെ ഫൈറ്റ് എന്നുള്ളത്, അവിടെ ഒരു നാടൻ പാട്ടൊക്കെ ഇട്ടിട്ട് ഷാപ്പിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു അന്യായ ടെറർ പെർഫോമൻസ്, അത് പെർഫോമൻസിൻ്റെ കാര്യം വഴിയെ പറയാം, ഒരു അന്യായ സീക്വൻസ് ആണ് ഡയറക്ടർ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ആക്ഷൻ കൊറിയോഗ്രാഫറാണ്. സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു പ്രേക്ഷകരെയൊക്കെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. കൂടാതെ എഡിറ്റിംഗ് വർക്കിൻ്റെ ഒക്കെ കാര്യം പറയണം, അത്രയ്ക്ക് സ്റ്റണ്ണിങ് ആയിട്ടാണ് എഡിറ്റിങ്ങും വർക്കും ഒക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രഫി കാഴ്ച, മ്യൂസിക്കൊക്കെ രസകരമായിരുന്നു. അത് ഒരു നാടൻ പശ്ചാത്തലത്തിലുള്ള ഗാനങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ BGMs ആകട്ടെ, എല്ലാം കൊണ്ടും അത് സൗണ്ട് എന്നുള്ളൊരു കാര്യം വെച്ച് തന്നെ നമ്മൾ ഒരുപാട് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നമ്മളെ കയ്യിലെടുക്കും എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ അകത്ത് BGM ഒക്കെ ഇടയ്ക്കൊക്കെ കുറച്ച് നമ്മുടെ ലിയോയുടെ BGM ഒക്കെ കയറി വരുന്നുണ്ട്, എങ്കിൽ കൂടിയും എൻജോയബിൾ ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഓവറോൾ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നുള്ളൊരു കാര്യം ഈ ഒരു സിനിമയ്ക്ക് 100% അവകാശപ്പെടാനുണ്ട്. അത് തന്നെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ധൈര്യമായിട്ട് തിയേറ്ററിൽ തന്നെ വെക്കോ, കാരണം ഇതൊരു തിയേറ്റർ മെറ്റീരിയലാണ്. അതിനുവേണ്ടിയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു സിനിമയുടെ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിക്കുള്ളിലുണ്ടായിരുന്നു. പിന്നെ ചിത്രത്തിലെ പെർഫോമൻസ് പറയണം. ഇതിൻ്റെ അകത്ത് ഇപ്പം ലുക്മാൻ ആകട്ടെ, ചെമ്പൻ വിനോദാകട്ടെ, മണികണ്ഠൻ ആചാരി ആകട്ടെ, ശ്രീജിത്ത് രവി ആകട്ടെ, എല്ലാവരും ഗംഭീരമായിരുന്നു. പക്ഷേ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് നമ്മളുടെ ചാപ്ര എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നില്ലേ, അത് അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് 2 പേരെത്തുന്നുണ്ട്. അവരുടെ പേര് ഞാൻ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിലും അതിൻ്റെ അകത്ത് മിണ്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇളയ മകനായിട്ടുള്ള ഒരു പുള്ളിയുണ്ട്, ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മൈക്കിൾ ജാക്സൻ്റെ ഒക്കെ സ്റ്റെപ്പൊക്കെ ഇട്ട് ആക്ഷൻ നടത്തുന്ന ഒരു പുള്ളിക്കാരൻ, ഒരു എൻ്റർടൈനർ. ഈ ഒരു സിനിമയുടെ ഒരു പക്ക എൻ്റർടൈനർ എന്ന് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഷാപ്പിൽ വെച്ചുള്ള തല്ല്, ആ ടൈമിൽ നമ്മൾ അത്രത്തോളം എനർജറ്റിക് ആകുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ കൊണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും, ലുക്മാൻ ആകട്ടെ, ചെമ്പൻ വിനോദാകട്ടെ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പറയേണ്ടത് മണികണ്ഠൻ ആചാരി, അദ്ദേഹത്തിൻ്റെ ഒരു ടെറിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ ചെമ്പൻ വിനോദിൻ്റെ ഒക്കെ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ പെർഫോമൻസ് വൈസിൽ സിനിമ അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ കഥയുടെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു പ്ലെയിൻ ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണെന്ന് പറയാൻ സാധിക്കില്ല. ഒരു മെയിൻ സ്റ്റോറി പോകുന്നു, അതിനുള്ളിൽ സബായിട്ടുള്ള പല ഇൻസിഡൻസ് അല്ലെങ്കിൽ ക്രൈംസ് ഒക്കെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു കഥയാണെന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം എന്നുള്ളത് തന്നെയാണ് അഞ്ചാം കള്ളക്കൊക്കൻ എന്നുള്ള ഈ ഒരു സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക. ഓക്കെ, എന്തായാലും ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാം, സിനിമ ഒരു തിയേറ്റർ മെറ്റീരിയലാണ്. മേക്കിംഗ് വൈസിൽ സിനിമ ഒരു പക്ക തിയേറ്റർ മെറ്റീരിയലാണ്. ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അത്യാവശ്യം കഥയും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്നുള്ളത്. പിന്നെ ഈ ഒരു സിനിമ ഫാമിലിയായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ഫാമിലിയായിട്ട് കാണാം, മെച്യൂർഡ് ആയിട്ടുള്ളവർക്ക് കാണാം. ഇതൊരു ക്ലീൻ
യു സർട്ടിഫൈഡ് പടമല്ല, UA സർട്ടിഫൈഡ് പടമാണ്. ചെറിയ ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണും. ഓക്കെ, എന്തായാലും നമുക്ക് റേറ്റിംഗ് പറയാം. ഈ ഒരു സിനിമയ്ക്ക് ഒരു 7 out of 10 ആണ് നൽകുന്നത്, 10/7. എന്തായാലും മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് തന്നെ ഈ ഒരു കുറച്ച് 2-3-4 ആഴ്ചയായിട്ട് പറയാൻ സാധിക്കും. കാരണം ഇറങ്ങുന്ന അത്യാവശ്യം എല്ലാ സിനിമകളും നല്ലതാണ്. ഇതിൽ തങ്കമണി ഞാൻ കണ്ടില്ല, ഒരു മിക്സഡ് അഭിപ്രായമാണ്. പക്ഷേ ഓവറോൾ നോക്കി കാണുമ്പോഴത്തേക്ക് ഇറങ്ങുന്ന സിനിമകൾക്കൊക്കെ തന്നെ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് നിലവാരമുണ്ട്. എന്തായാലും അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.